ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വിശിഷ്ടാതിഥികൾ ഒരു ഭാഗത്ത് എത്തുന്നു, മറുഭാഗത്ത് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെത്തുന്നു, മറുഭാഗത്ത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. BJP ഇന്നത്തെ ഈ നിലയിലേക്കൊക്കെ എത്തിച്ച പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ, അതിലൊരു പ്രധാന പങ്ക് വഹിച്ച മുൻ കേന്ദ്രമന്ത്രി, മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ. ഈ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. മാരാർജി ഭവൻ എന്ന് തോന്നുന്നു ഈ സമയത്ത്? വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ അവരുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടുള്ള ഒരു സംസ്ഥാന കാര്യാലയം എന്നുള്ളത്. സംസ്ഥാന കാര്യാലയം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത്, വിലക്ക് വാങ്ങിയ സ്ഥലത്ത് അന്നുണ്ടായിരുന്ന കെട്ടിടത്തെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ രാജേട്ടനും രാമൻപിള്ള സാറും മാരാർജിയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടി ഓഫീസിന് വേണ്ടി പണിത ഒരു കെട്ടിടം, അങ്ങനെ ഒരു കെട്ടിടത്തിലേക്ക് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാകുന്നു എന്നുള്ളത് പാർട്ടി തുടർന്ന് മുന്നോട്ട് നടത്താൻ ലക്ഷ്യം വെക്കുന്ന കുതിപ്പ്, ആ കുതിപ്പിന് വലിയ സഹായം നൽകുന്ന ഒരു കാര്യമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു കൂടി ആവുകയാണല്ലേ ഈ ഓഫീസ്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസിൻ്റെ നിരവധി പരിമിതികൾ. കാരണം ആ ഓഫീസ് പാർട്ടി ഓഫീസിന് വേണ്ടി പണിതതായിരുന്നില്ല. BJP സംസ്ഥാന ഘടകം വാങ്ങി അത് പാർട്ടി ഓഫീസാക്കി മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് ഓഫീസിന് വേണ്ടി പണിത ഒരു കെട്ടിടം. അപ്പോൾ സ്വാഭാവികമായും അതിനുവേണ്ട സൗകര്യങ്ങൾ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പ്രവർത്തനത്തിൻ്റെ ശൈലികളിലടക്കം വലിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന രീതികളിൽ മാറ്റം വന്നു. ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തി പകരുന്ന, അതിന് കരുത്ത് നൽകുന്ന ഒരു സൗകര്യങ്ങളോടുകൂടിയാണ് ഈ പുതിയ കാര്യാലയം പണിതിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ BJPയുടെ പ്രവർത്തനത്തിന് വലിയൊരു മുതൽക്കൂട്ടും ഒരു നാഴികക്കല്ലും ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രവർത്തിച്ചതും പറഞ്ഞതും പോലെയാണ്. കാരണം സംസ്ഥാന ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഇനിയിപ്പോൾ ഒരുപാട് ദീർഘവീക്ഷണത്തിൻ്റെ കേന്ദ്രം കൂടിയായി മാറുകയാണ് ഈ ഒരു സംസ്ഥാന കാര്യാലയം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കാര്യകർത്താക്കന്മാർ, ഒപ്പം തന്നെ BJPയുടെ ഈ തുടക്കം മുതൽ തന്നെയുള്ള സംസ്ഥാന അധ്യക്ഷന്മാർ, K. രാമൻപിള്ള അടക്കമുള്ള, O. രാജഗോപാൽ അടക്കമുള്ള അങ്ങനെ മുതിർന്ന സംസ്ഥാന പദവികൾ വഹിച്ചിരുന്ന നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ വിവിധ മോർച്ചാ പ്രവർത്തകരുണ്ട്, സാധാരണ സേവകരുണ്ട്. അങ്ങനെ അവരുടെ ഒരു സ്വപ്ന സാഫല്യം കടന്നു പോകുന്ന നിമിഷത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 10:40 ആയിരിക്കുന്നു. 11 മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നത്. വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോകും. ചരിത്രമുറങ്ങുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് ചരിത്രമുറങ്ങുന്ന പ്രഖ്യാപനങ്ങൾ അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. വിഷൻ 2025 അടക്കം അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലൂടെ പ്രധാനപ്പെട്ട സമയത്തുകൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ആ കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് ആ പാർട്ടിക്ക് ഒരു ഔദ്യോഗികമായി ഒരു ആസ്ഥാന മന്ദിരം അങ്ങനെ അനന്തപുരിയുടെ മണ്ണിൽ, പത്മനാഭൻ്റെ മണ്ണിൽ അങ്ങനെ ഉയർന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഒരു ഓഫീസ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെയൊക്കെ തന്ത്രങ്ങൾ മെനയാൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ സംസ്ഥാന കാര്യാലയത്തിൽ നിന്നായിരിക്കും. ഗൗതം മുമ്പ് സൂചിപ്പിച്ചത് ഒരു ചെറിയ കെട്ടിടം, ആ ചെറിയ കെട്ടിടത്തിൽ നിന്ന് ഇന്ന് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു, പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചു, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുടെ എണ്ണം വർദ്ധിച്ചു, ഒപ്പം MP-മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. പുതിയ MP-മാർ കേരളത്തിൽ നിന്ന് BJPക്ക് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയത്തു കൂടിയാണ് BJP ഇന്ന് കടന്നു പോകുന്നത്. NDA കേരളത്തിൽ കടന്നു പോകുന്നത്.